സ്കൂൾ പടിയിൽ നിന്നും MDMAയുമായി യുവാവ് എക്സൈസ് പിടിയിൽ. കോതമംഗലം സ്വദേശി സാജിദിനെയാണ് 30.7 ഗ്രാം MDMAയുമായി പിടികൂടിയത്. മൂവാറ്റുപുഴ പായ്പ്ര സ്കൂൾ പടിയിൽ നിന്നും MDMAയുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. മൊത്തവ്യാപാരം നടത്തുന്ന കോതമംഗലം ഇരമല്ലൂർ സ്വദേശി കടങ്ങനാട്ട് സാജിദിനെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സാജിദ് 4 മാസം മുൻപാണ് കേരളത്തിലെത്തിയത്. പ്രതിയിൽ നിന്നും 30.7 ഗ്രാം MDMAയാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലാണ് സാജിദ് പ്രധാനമായി MDA വിറ്റുവന്നിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സാജിദിനെ വിദഗ്ധമായാണ് എക്സൈസ് സംഘം പിടികൂടിയത്. എന്റെ പൊന്നളി സാറിത് ഫേസ്ബുക്കിലൊരു നാളെ ഇത് ഞാൻ തെറ്റാ. ഞാൻ നാളെ ഇങ്ങനെ ഈ ഓരോരുത്തരും വന്നിട്ട് സാർ ഇതുപോലെ പിടിക്കാൻ പാടില്ല. കടങ്ങാടി സംസാരിക്കുന്നത് കടങ്ങാടി സംസാരിക്കും MDMA അടിച്ചാൽ വന്നിട്ട് ആൾക്കാരൊന്നും തിരിച്ചറിയാൻ നിങ്ങൾ സ്വന്തക്കാരാണ്. നിങ്ങൾ സ്വന്തക്കാരല്ലേ? ശംസുമായിട്ട് നിങ്ങൾ സ്വന്തമല്ലേ? ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട ചിക്കമംഗലൂർ സ്വദേശി ഷഹബാസ് ആണ് സാജിദിന് സ്ഥിരമായി MDMA എത്തിച്ചു നൽകിയത്. ബംഗളൂരിൽ നിന്ന് ബസ് ഡ്രൈവർ അറിഞ്ഞോ അറിയാതെയാണ് കൊച്ചിയിൽ MDMA എത്തിക്കുന്നത്. കൊച്ചിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന MDMA ചില്ലറ മൊത്തവ്യാപാരം നടത്തുന്നതാണ് സാജിദിന്റെ രീതി. CDMലൂടെയും സ്കാനറിലൂടെയും പണം വിനോദ് എന്നയാളുടെ അക്കൗണ്ടിലേക്കാണ് സാജിദ് സ്ഥിരമായി അയക്കുന്നത്. മൂവാറ്റുപുഴ തഹസീൽദാർ രഞ്ജിത്ത് ജോർജിന്റെ സാന്നിധ്യത്തിൽ ദേഹപരിശോധന പൂർത്തിയാക്കിയാണ് സാജിദിനെ അറസ്റ്റ് ചെയ്തത്. സാജിദിന് മൊത്തമായി MDMA നൽകുന്ന ഷഹബാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. കോതമംഗലം സ്വദേശിയായിട്ടുള്ള സാജിദ് K എന്ന ആളെ 30 ഗ്രാം MDMA ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇയാൾ ഈ പ്രദേശത്തെ ഒരു മൊത്ത വിതരണക്കാരനെ മനസ്സിലായി. ഇയാൾക്ക് MDMA എത്തിച്ചു കൊടുക്കുന്ന ഇയാളുടെ കൂടെ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ചിക്കമംഗളൂർ സ്വദേശിയായിട്ടുള്ള ഒരു ഷഹബാസ് എന്ന ആളെ പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. ഷഹബാസിന് നിർദ്ദേശാനുസരണം CDM വഴിയും സ്കാനർ വഴിയും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ഒരു മിനോജ് എന്ന ID പൈസ അയച്ചുകൊണ്ടാണ് പ്രതി MDMA വാങ്ങിയിരുന്നത്. 8-ാം തീയതി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ കൂടി ഇന്ന് പുലർച്ചെ ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതി ഈ MDMA വാങ്ങി വന്നിട്ടുള്ളതും മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ പിടികൂടി അയാൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതി ഹാജരാക്കിയ ശേഷം പ്രതിയെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുന്നതാണ്. ഈ ബസ്സിലും മറ്റും പാഴ്സലായിട്ടോ പുസ്തക രൂപത്തിലോ ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. വലിയ പുസ്തകങ്ങൾ രജിസ്റ്ററിൻ്റെ അകത്തെ പേപ്പറുകൾ വെട്ടിമാറ്റിയ ശേഷം അതിനകത്തേക്ക് MDMA സ്റ്റഫ് വെച്ച ശേഷം അത് വളരെ ഭംഗിയായിട്ട് ഒട്ടിച്ച് ഇതൊരു പാഴ്സൽ രൂപത്തിൽ പുസ്തകത്തിൻ്റെ രൂപത്തിൽ രജിസ്റ്ററിൻ്റെ രൂപത്തിൽ ദീർഘദൂരം ബാംഗ്ലൂരിൽ മറ്റും വരുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഡ്രൈവറുടെ അറിവോടുകൂടി അല്ലാതെയോ ഇന്ന ഭാഗത്തുള്ള ഒരാൾ കൊടുക്കണം എന്നുള്ള ലെവലിൽ എന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു രജിസ്റ്റർ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതിയുടെ സഹോദരൻ നടത്തുന്ന കടയുടെ അഡ്രസ്സിൽ ഒരു GST ID ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്ക് പ്രകാരം 2 തവണ MDMA അത്തരത്തിൽ ബുക്കിൽ നിന്ന് 2 തവണ MDMA വാങ്ങിയതായിട്ട് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റു സമയങ്ങളിൽ ഈ പറഞ്ഞ നേരിട്ട് ഈ ബാംഗ്ലൂർ സുഹൃത്ത് എറണാകുളം ഭാഗത്തേക്ക് ഇടപ്പള്ളിയിലേക്ക് ആളെ പറഞ്ഞയച്ച് എത്തിച്ചു കൊടുത്തതായിട്ടും മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. മറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് സംബന്ധിച്ചും ഇയാളെ Google Pay ട്രാൻസാക്ഷൻ സംബന്ധിച്ചും സുഹൃത്തിനെ ഇത് കേസിലെ മയക്കുമരുന്നിൻ്റെ സ്രോതസ്സിലേക്ക് നമ്മൾ അന്വേഷണം എത്തിക്കുന്നതാണ്. ബാക്കി നടപടികൾ നടന്നു വരുന്നത്. ബസ് ഉടമകൾക്ക് പുറമെ നേരിട്ടും സാജിദിന് MDMA ലഭിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയകുമാർ, പ്രിവന്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉമ്മർ, ഷബീർ, ഉന്മേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ അനിത, ഡ്രൈവർ ബിജു പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.